നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഊതി ഊതി കുടിക്കാൻ പറ്റിയ ഒരു ചിക്കൻ സൂപ്പുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ സൂപ്പിനായിട്ട് 200 ഗ്രാം ചിക്കനാണ് എടുത്തേക്കണത്. ഇത് ഉപ്പും കുരുമുളക് പൊടി ഇട്ട 1/2 ലിറ്റർ വെള്ളത്തിൽ വേവിച്ചെടുത്തേക്കണതാണ്. ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെച്ചേക്കണതാണിത്. അപ്പോൾ ഇനി ഈ ചിക്കൻ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. എല്ലുള്ള ചിക്കൻ എടുക്കണതാണ് നല്ലത്. ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ അങ്ങനെ പിച്ച് എടുത്താൽ മതി. ഈ എല്ലുള്ള പീസ് ഇടണമെന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചത്. അതുകൊണ്ടാണ്. സൂപ്പിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും പച്ചക്കറികളാണ്. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു 3 ബീൻസ്, ഇത്രയും നമ്മൾ ചെറുതായിട്ട് നുറുക്കിയെടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ബട്ടർ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയാൽ മതി. ഇനി നമ്മളിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. കുക്കറിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി. ഇത് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം നമുക്ക്. ആദ്യം നമ്മൾ പച്ചക്കറി വഴറ്റിയ പാത്രം തന്നെയാണ് എടുത്തേക്കണത്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ചിക്കൻ സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. സൂപ്പിന് ചെറിയ എരിവ് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണ്. സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു മുട്ടയുടെ വെള്ളം മുകളിലൂടെ പയ്യെ ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ മുകളിലൊരു ലെയർ പോലെ ഇങ്ങനെ വെളുത്ത് കിടക്കും. നല്ല ഭംഗിയാണ് നമ്മുടെ സൂപ്പ് കാണാനായിട്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില, സ്പ്രിംഗ് ഓണിയനും കൂടെ അരിഞ്ഞത് ഇട്ട് നമുക്ക് ചൂടോടുകൂടി ഈ സൂപ്പ് സെർവ് ചെയ്യാം.